Okay, good afternoon all of you. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില്ലക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? എല്ലാ മക്കളും പഠിച്ചല്ലോ. നല്ല സൂപ്പർ ആയി എഴുതിയിട്ടുണ്ട് എല്ലാവരും അല്ലേ? അപ്പോൾ ഏതൊക്കെയാണത്? ഈർ, ഇൽ, ഇൻ, ഇൻ, ഇൾ. അങ്ങനെ 5 എണ്ണം അല്ലേ? ഈർ, ഇൽ, ഇൻ, ഇൻ, ഇൾ. ഓക്കേ. അപ്പോൾ 5 എണ്ണം പഠിച്ചില്ലേ? നെക്സ്റ്റ് നമ്മൾ സ്വരാക്ഷരങ്ങളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സ്വരാക്ഷരങ്ങളില് എന്താ പറയുക? സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ, അം, അ. ഇതാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ? മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ, അം, അ. അല്ലേ? എന്താ ഇതിനെ പറയുക? സ്വരാക്ഷരങ്ങൾ. എന്താ പറയുക? സ്വരാക്ഷരങ്ങൾ അല്ലേ? അപ്പോ നമ്മൾ പഠിച്ചു കഴിഞ്ഞ എന്താണ്? ചില്ലക്ഷരങ്ങൾ അല്ലേ? ഓക്കെ. അപ്പൊ മറന്നു പോകരുത്. ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇൻ, ഈർ, ഇൻ, ഇൽ, ഇൻ, ഇൾ. അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് സ്വരാക്ഷരങ്ങൾ പഠിക്കുകയാണ് നമ്മള്. അതിൽ ഫസ്റ്റ് വൺ ആയാണ്. ആ, അമ്മ എന്ന് എഴുതുന്ന ആ. നെക്സ്റ്റ് ആ, ആന എഴുതുന്ന ആ. അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് തേർഡ് വൺ ഏതായിരുന്നു? ഇല എന്ന് എഴുതുന്ന ഇ. ഇല, ഇല എന്ന് എഴുതുന്ന ഇ. ഈ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? അഭിനവേ ഇവിടെ ശ്രദ്ധിച്ചേ മോനെ. ഇ, ഈ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അപ്പൊ ഈ എങ്ങനെയാ എഴുതുക നമ്മള്? ഈ എങ്ങനെയാ എഴുതുക നമ്മള്? മിസ് മൗസ് എടുക്കാൻ മറന്നുപോയി. ഈ അല്ലേ? എങ്ങനെയാ ഈ എഴുതുക? ഓൾ ഓഫ് യു ലിസൺ ഹിയർ. നമ്മൾ എഴുതിയ എന്താണ്? ഈ, ഇല എന്ന് എഴുതുന്ന ഇ അല്ലേ? എന്താ പറയുക? ഈ. ഒന്നുകൂടി പറഞ്ഞേ. ഈന്ന് പറഞ്ഞോണ്ട് എഴുതണം. ഇല, ഇഞ്ചി, ഇമ എന്നൊക്കെ എഴുതുന്ന ഈ ആണ് നമ്മൾ എഴുതിയത് അല്ലേ? കുറച്ചുകൂടി വൃത്തി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കൂടി എഴുതണം അല്ലേ? അപ്പോ ഈ ശരിയായില്ല അല്ലേ? നമുക്ക് അടുത്ത ഒന്ന് എഴുതാം വൃത്തിക്ക്. ഇല. ഇലയ്ക്ക് എന്താണ് കളറ്? ഇലയുടെ കളർ എന്താണ് ഉമ്മറേ? എന്താ ഇലയുടെ കളറ്? ഗ്രീൻ അല്ലേ? ഇലയ്ക്ക് പച്ച നിറാണ് അല്ലേ? അപ്പൊ ആ പച്ച മഷി കൊണ്ട്, പച്ച ഇങ്കിനോണ്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഓക്കേ. മിസ് എഴുതിയതിനെ കാണി എഴുതി എല്ലാവരും സ്ലേറ്റിലല്ലേ? ഓക്കെ, സൂപ്പർ. അപ്പൊ ഈ ഇലയ്ക്ക് പച്ച നിറം അല്ലേ? അപ്പൊ ഇല ഈ ആണ്. നെക്സ്റ്റ് നമുക്ക് ഏതാ എഴുതേണ്ടത്? ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചാണല്ലേ? ഈ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് ഈ അല്ലേ? ഈ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ എഴുതണമെങ്കിൽ നമ്മള് ഓക്കെ, ഇത് കണ്ടോ? ഇതുപോലെ തന്നെ ഒരു സാധനം ഇവിടെ ഇടണം അല്ലേ? ഈ എന്താ വായിക്കുക?
ഈച്ച എന്ന് എഴുതുന്നേ ഈ. ഇതിപ്പോ ഏതെങ്കിലും നമ്മൾ എഴുതിയത് യെല്ലോ അല്ലെ? യെല്ലോ കളറിലാണ് എഴുതിയിട്ടുള്ളത്. ഈ എന്താണ്? ഈ കണ്ടോ? ഈ കാണുന്നില്ലേ? ാണ് നമ്മളിപ്പോ എഴുതിയത് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം, സംസാരിക്കാതെ എന്ത് ചെയ്യണം? ബോർഡിൽ എഴുതിയത് എഴുതണം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഈച്ച, ഈറ, ഈന്തപ്പഴം എന്നല്ല എഴുതിയേ. ഈ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലേ? ഇത് ഏത് ഇങ്കോണ്ടാ മിസ് എഴുതിയിട്ടുള്ളത്? ഏത് ഇങ്കോണ്ടാ അഭിനവേ? ഐവിൻ, ഏത് ഇങ്കോണ്ടാ ഇപ്പൊ എഴുതിയിട്ടുള്ളത്? റെഡ് കളർ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, യെല്ലോ കളർ കൊണ്ടും റെഡ് കളർ കൊണ്ടും എഴുതിയല്ലേ മിസ്? അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? ഈ ആണ് ഇത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈയും ഈ രണ്ടക്ഷരം നമ്മൾ ഇപ്പൊ പഠിച്ചു അല്ലേ? അപ്പൊ ആ ഈ. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഫസ്റ്റ് ആ മുതല് നമുക്ക് എഴുതി നോക്കിയാലോ ഒന്ന്. ചെറുതായി നമുക്കൊരു സൈഡ് എഴുതാൻ നോക്കാം അല്ലേ? ആരാ ഫസ്റ്റ് ആവും നോക്കട്ടെ. മിസ് ആണോ കുട്ടികളാണോ നോക്കട്ടെ. മിസ്സിന് ഇവിടുന്ന് എഴുതാൻ പറ്റുന്നില്ല. അല്ലേ? എഴുതി. നെക്സ്റ്റ് ഏതാ അക്ഷരം എഴുതേണ്ടത്? ഏതാ എഴുതേണ്ടത് ഫാത്തിമ? അല്ലേ? ആനാന്നുള്ള എന്ന അക്ഷരാണ് മിസ് ഇവിടെ എഴുതേണ്ടത് അല്ലേ? അപ്പൊ നിങ്ങൾ ആരുടെ? ഫാത്തിമ സിദ്ദീഖിന്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? ഓക്കേ, അപ്പൊ ഇന്ന് ഫാത്തിമ സിദ്ദീഖിന്റെ ബർത്ത്ഡേ ആണല്ലോ. നമുക്കൊരു വിഷ് ചെയ്യണം അല്ലേ? നമുക്ക് വിഷ് ചെയ്യണ്ടേ? ഓക്കേ, അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയത് ഫാത്തിമ സിദ്ദീഖേ? അതെയല്ലേ, വേറെ എന്തൊക്കെയാ ഉണ്ടാക്കിയത്? ദൈവമേ, ഇതൊക്കെ എപ്പോ കഴിക്കൂപ്പോ? സമയം കിട്ടുവോ? നമ്മളെ വിളിക്കുന്നുണ്ടോ ആരെങ്കിലും? അതെയാ, ഓക്കേ. അപ്പോ അല്ലേ? ഈ എഴുതണം. നമുക്ക് ഫാത്തിമേനെ വിഷ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേ. എങ്ങനെ വിഷ്? എല്ലാവരും എഴുതണേ. അപ്പൊ ഏതാ? ഈ അല്ലേ? അപ്പൊ നമ്മള് അമ്മ എഴുതേണ്ടത് എങ്ങനെയാ? പഠിച്ചു. ആന പഠിച്ചു. ഇല, ഈച്ച അല്ലേ? ഇത്തിരി നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏത് അക്ഷരാണ്? അല്ലേ? എങ്ങനെ എഴുതുക നമ്മള്?
ഉരൽ, ഉറി, ഉമി എന്നൊക്കെ എഴുതുന്നേ. നമ്മൾ എങ്ങനെയാ എഴുതുന്നേ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 2 പേർക്കും കൂടി സ്റ്റാർട്ട് ചെയ്യാം. ആരാ ഫസ്റ്റ് നോക്കട്ടെ? ടീച്ചറാണോ കുട്ടികളാണോ നോക്കട്ടെ. മിസ്സിന് എഴുതാൻ വയ്യല്ലേ? ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഉണ്ടോ? പറ്റുന്നില്ല മിസ്സിന്റെ പെൻസില്. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് വളച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഉണ്ടോ? ഊ ഊ ആ ഏതൻ എഴുതി. ഓക്കെ, ഏതൻ ജെ മാത്യു എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫാത്തിമ സിദ്ദിഖ് എഴുതി. ആദിശ്രീ എഴുതിയോ? ഏബൽ സിൻഡോ, ഇഷാനി, ഷാനു കുറച്ച് ഇങ്ങോട്ട് പിടിച്ചേ മോളെ. ഓക്കെ, കറക്റ്റ്. ഊ എഴുതി അല്ലേ? നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ എഴുതിയോ? ഫാത്തിമ മെഹറിൻ. ഓക്കെ, ഗുഡ്. ഊ എഴുതി അല്ലേ? എന്താ പറയുക? ഊന്ന് പറഞ്ഞോണ്ട് എഴുതിയേ. ഐവിൻ ജോസഫ് എഴുതി. ആദിഷ് എഴുതിയ മോനെ? ഉമ്മർ ജാഫറെ ഒന്ന് കാണിച്ചേ സ്ലേറ്റ് മിസ്സിനെ. ഷോ ഒന്ന് കാണിച്ചേ. ഉമ്മർ ജാഫർ എന്നെ കാണിക്കുന്നേ ഇല്ല സ്ലേറ്റ്. എവിടെ നോക്കട്ടെ? എഴുതുന്നുണ്ടോ നോക്കട്ടെ? എഴുതുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, ആയിണ്ടല്ലേ? ഇനി എഴുതിയേ. സൂപ്പറായി എഴുതിയിട്ടുണ്ടല്ലോ. ഇനി എഴുതും. അത് കഴിഞ്ഞ് ഈ എഴുതി. അത് കഴിഞ്ഞ് ഈ ഉ ട്ടോ. തെറ്റിക്കോട്ടെ. നല്ല വൃത്തി എഴുതി നോക്കിയേ മക്കള്. എങ്ങനെയാ ഊ എഴുതുക? അല്ലേ? ഇനി ഇതേ തന്നെ നമുക്ക് മിസ് ഒന്നും കൂടി എഴുതി. ഓക്കെ, നല്ല വൃത്തി എഴുതണമെങ്കിൽ ഒന്നും കൂടി എഴുതട്ടെ. കണ്ടോ? കണ്ടോ? എഴുതി നോക്കിയേ. കൊറേ പ്രാവശ്യം എഴുതി നോക്കിയേ മിച്ച എഴുതിയ പോലെ. ഇപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിക്കുന്നതില്. ഇ ഈ ഉ അത്രയും നമ്മൾ പഠിച്ചു. ഇ ഈ ഉ അല്ലേ? അമ്മ, അമ്പിളി, അച്ഛൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ആന, ആമ, ആട്. ഈ വെച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ആണി, ആഹ. നെക്സ്റ്റ് ഈ ഇല, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇര, ഈ ഇറ. ഈ ആണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ? നെക്സ്റ്റ് ഈച്ച, ഈ ഈറ, ഈ ഈത്തപ്പഴം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈ വെച്ചാണ് നമ്മൾ അത് എഴുതിയത് അല്ലേ? നെക്സ്റ്റ് ഉരൽ, ഉറുമ്പ്, ഉറി, ഉളി, ഉറ, ഉമി അല്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഇതൊക്കെ നമ്മൾ പഠിച്ച ഈ എന്ന അക്ഷരം വെച്ചാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്ത് ചെയ്യും മക്കളെല്ലാവരും ഈ വരെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാ മക്കളും എഴുതിയോ? നോക്കട്ടെ. ഓക്കെ, പഠിച്ചു അല്ലേ? അഭിനവേ കുറച്ചുകൂടി ഒന്ന് വൃത്തിയിൽ എഴുതി നോക്കിയേ. സൂപ്പർ ആവും എന്നാല്. ഓക്കെ, എല്ലാ മക്കളും എഴുതുന്ന നല്ല നീറ്റായിട്ട്. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഒരു പാട്ട് പഠിക്കാം അല്ലേ? നമ്മളപ്പോ കഴിഞ്ഞ പാട്ടൊക്കെ പാടണ്ടേ നമുക്ക്? വേഗം എഴുതിയാല് മിസ് പാട്ട് പഠിപ്പിക്കും.
അപ്പൊ ആ മുതൽ എല്ലാരും എഴുതിയിട്ടുണ്ടല്ലോ. എത്തിയോ ഇവിടെ ഫാത്തിമ സിദ്ദിഖിനുള്ള. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇഷാനി എഴുതിയോ? ഇഷാനി അടുത്തോ? ഇഷാനി ഓക്കെ എഴുതിയല്ലേ? ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദിശ്രീ എഴുതി, അഭിനവ് എഴുതി, ഹെൽജോ എഴുതിയോ? ഹെൽജോ കാലത്തെ പാപ്പന ചൊല്ലിടണം, കാലത്തെ പാഠം പഠിച്ചിടണം, കാലത്ത് അല്പം കളിച്ചിടണം, കാലത്തു നന്നായി ഒരുങ്ങിടണം, കാലത്ത് കോളിലെ കത്തിടണം. ഓക്കെ, നെക്സ്റ്റ് ആർക്കാണ്? ആദിശ്രീക്ക്. ഓക്കെ, ഐവിൻ വിളിക്ക. ഐവിൻ ഐവിൻ കുട്ടാ മോനെ വിളിക്കാം. പഠിക്കോ ആദിശ്രീ. അരയാൻ മുത്തച്ഛ, അരയാൻ മുത്തച്ഛ, കഥകൾ പറഞ്ഞുതാ, പറയാം കുട്ടികളെ, പറയാം കുട്ടികളെ, പറയാം കൂട്ടിലിറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ, പറയാം കുട്ടികളെ, പറയാം കഥകൾ പറയാം ഞാൻ തളർന്നു നനഞ്ഞ കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞു തരാം. കഥ പറയാം. നെക്സ്റ്റ് ഐവിൻ. അറിയാലുണ്ട് ഒരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, ചീറിപ്പായും കുടിയാടുമുണ്ട്, എടടോ കുഞ്ഞിക്ക് രാജനുമുണ്ട്, കാണാം ദൂരെ കാട്ടിന് വീത്. ഈയടാ, നീ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലത്തെ പാട്ട് പഠിച്ചോ ഐവിൻ? ചേച്ചി കട്ടെടുത്തു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആരാ പാടുന്നേ? അൻവിത കുട്ടിയാ വരുന്നേ? ഓക്കെ. കേരം തിങ്ങളുടെ നാടാണ്, കേളിയുടെ നാടാണ്, കേവഞ്ചികളുടെ നാടാണ്, മാനും മയിലും ചാഞ്ചാടും മലവേയുടെ നാടാണ്, കാടും മയിലും കാട്ടാണ് മേലിക്കുന്നൊരു നാടാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് അടുത്ത പാടുന്നേ? ഓക്കെ, ഫാത്തിമ വേറെ. പിടിയട പിടിയട കണ്ടം പൂച്ച, എലിയെ പിടിയട മിണ്ടാം പൂച്ച, പിടിയട പിടിയട കണ്ടം നായി, എലിയെ പിടിയട തടിയനായി, പിടിയട പിടിയട തടിപിടിയാണ്, തടിപിടി തടിപിടി തടിയിളകട്ടെ. നെക്സ്റ്റ് ആരാ പാട്ട് പാടുന്നേ? ഫാത്തിമ സിദ്ദിഖ്. അമ്പിളി പുന്തിത്തൂകുന്നു, വെള്ളി വെളിച്ചം വിതർന്നു, നടക്കുമ്പോൾ. അയ്യോ, ഫാത്തിമ ആശക്കായിരുന്നല്ലോ. ഓക്കെ, നെക്സ്റ്റ് നിഡാഷ. നീലാകാശം പീലിക വിരിയും പച്ച തേങ്ങോല, തെളിഞ്ഞ മഞ്ഞ പൂങ്കിളിയാൽ ചുവന്ന ദാസപ്പൂ, തവട്ട പശുവിന്ന് വെളുത്തവ കവത്തതാട്ടെ എന്നെല്ലാം ഓർത്ത് കിടന്നു ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഏബൽ സിൻഡോ. ഓക്കെ, ഏബൽ. കാറ്റും വെച്ചൊരു കാറ്റമ്മാവൻ
ഭിത്തിയിലെത്തിയ നേരത്ത് സിറ്റിയിൽ വാറും ഫ്ലാറ്റുകളെല്ലാം ഭിത്തിയിലൊളിച്ചു ദൂരത്ത്. ഓക്കെ. നെക്സ്റ്റ് ആരാ? അഭിനവാണോ? ഏതെങ്കിലും പാട്ട് പാടിക്കോ. പാടിയ പാട്ട് പാടിയാ മതി അഭിനവ്. വേഗം സമയത്തും പോവും, അടുത്താക്കി അവസരം കൊടുക്കും. അപ്പൊ മോനെ ആലോചിക്കട്ടോ. അപ്പോഴേ കളിത്താക്കി ഏതിന് കൊടുക്കാ? ഏതൻ മാത്യു? വേണ്ട, ഇത് പാടാം. പഠിക്കോ. ആട്ടും മറ്റത് കേട്ട മാവ് സിറ്റി വാടും താട്ടികളെല്ലാം പെട്ടിലൊടിച്ചു ദൂരത്ത്. ഓക്കെ. ഉമർ ജാഫർ. മാമ സിറ്റിയിലെത്തിയ നേരത്ത് സിറ്റിയിൽ വായും ഒളിച്ചു. ഓക്കെ ഉമ്മനെ കഴിഞ്ഞോ? നെക്സ്റ്റ് ആദിഷ്. ആറ്റും വെച്ചൊരു കേട്ട മാമ സിറ്റിയിലെത്തിയ നേരത്ത് സിറ്റിയിൽ വാഴും വാറ്റുകളെല്ലാം ഭിത്തിയിലൊളിച്ചു ദൂരത്ത്. നെക്സ്റ്റ് അഭിനവ്. പഠിക്കോ. റെഡിയായില്ലേ ഇപ്പൊ? പാടിക്ക് ഇഷ്ടമുള്ള പാടി. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, പാടിയാ മതി. പാടിക്കോ. പുതിയ പാട്ട് പഠിച്ചിട്ട് പാടാം. നാളെ അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച മറന്നേ. ഓ ഉണ്ടോ? ഖേൽജോ പാടിയില്ലേ? അൻവിത പാടി, ഉമർ പാടി, ആദിശ്രീ പാടി, നിരാശ പാടി, ആദിഷ് പാടി അല്ലേ? ഫാത്തിമ, മെഹറിൻ ഒക്കെ പാടി അല്ലേ? ഏതൻ ജെ മാത്യു പാടി. അപ്പോ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ക്ലാസ്? ഓക്കെ, ബൈ ബൈ. ഓക്കെ. ബൈ അനുഗ്രഹ. പകരം കൂട്ടാൻ നന്നായി.